ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങളെല്ലാവരും തമ്പ്നെയിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ: തലേനെ കുതിർത്ത് വെച്ച് കുറച്ച് ഗ്രീൻ പീസ്, ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, തിരിങ്ങിയ തേങ്ങ. ഇതെല്ലാം നമുക്കതിന് വേണ്ടി വേണ്ടുന്നത്. ആദ്യം നമുക്ക് ഗ്രീൻ പീസും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഗ്രീൻ പീസ് ഒരു കുക്കറിലോട്ടിട്ട് സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിച്ചാൽ നന്നായിട്ട് നമുക്ക് ഗ്രീൻ പീസ് വെന്ത് കിട്ടും. അത് വേവുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിനായി നമ്മൾ തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അതിനകത്ത് കുറച്ച് പെരുംജീരകവും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ആ ഇഞ്ചി നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ആ പാനിലോട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് തിള വരണ്ട, അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും വെജിറ്റബിൾസും ഈ പാനിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതൊരു 5 മിനിറ്റ് അതിനകത്ത് കിടന്ന് തിള വരാതെ നന്നായിട്ടൊന്ന് കുക്കാവുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഗ്രീൻ പീസ് കറി റെഡിയാക്കി കിട്ടും. ലാസ്റ്റ് കടുക് വറുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കടുവും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് കടുക് എടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഗ്രീൻ പീസ് കറി നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.